ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട 3 പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, RDO ഓഫീസുകളിൽ ഭൂമി തരം മാറ്റുന്നതിനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിന് ജനുവരി 15 മുതൽ ഫെബ്രുവരി 17 വരെ റവന്യൂ വകുപ്പ് മന്ത്രി നേരിട്ട് അദാലത്ത് സംഘടിപ്പിക്കുന്നു. ആദ്യഘട്ടമായി സൗജന്യ തരം മാറ്റത്തിന് അർഹതയുള്ള അപേക്ഷകളാണ് അദാലത്തിലൂടെ തീർപ്പാക്കുക. 25 സെന്റ് വരെ വിസ്തൃതിയുള്ള ഭൂമിക്കാണ് സൗജന്യത്തിന് അർഹതയുള്ളത്. RDO ഓഫീസുകളിൽ 2023 ഡിസംബർ വരെ കുടിശ്ശികയായ ഇത്തരത്തിലുള്ള എല്ലാ അപേക്ഷകളും അദാലത്തിലേക്ക് പരിഗണിക്കും. ഇതുവരെ 1,18,253 അപേക്ഷകളാണ് ഇത്തരത്തിൽ തീർപ്പാക്കാനുള്ളത്. അപേക്ഷകർക്ക് അദാലത്തിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ച് ഒരു സന്ദേശവും ഒപ്പം ഒരു ടോക്കൺ നമ്പറും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് SMS ആയി ലഭിക്കും. അപേക്ഷകർ അദാലത്തിൽ പരിഗണിക്കപ്പെടുമോ എന്ന് ഉറപ്പാക്കാൻ പൊതുജനങ്ങൾ അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, പ്രതിമാസം 15,000 ലിറ്ററിന് താഴെ ഉപയോഗമുള്ള BPL വിഭാഗത്തിലുള്ള ഉപയോക്താക്കൾക്ക് സൗജന്യ കുടിവെള്ളം ലഭ്യമാക്കാൻ ജനുവരി 31 വരെ വാട്ടർ അതോറിറ്റിയുടെ സെഷൻ ഓഫീസുകളിലോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതിയതായി അപേക്ഷിക്കുന്നവരും പ്രവർത്തനരഹിതമായ വാട്ടർ മീറ്റർ, കുടിവെള്ള ചാർജ്, കുടിശ്ശിക എന്നിവയുള്ളവർ ജനുവരി 31 മുമ്പ് മീറ്റർ മാറ്റിവെക്കുകയും കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്താൽ മാത്രമേ ഈ ആനുകൂല്യം അനുവദിക്കുകയുള്ളൂ. മൂന്നാമത്തെ അറിയിപ്പ്, ഹരിത കർമ്മ സേനയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന വാർത്തകളാണ്. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന യൂസർ ഫീ കളക്ഷൻ മലപ്പുറം ജില്ലയിൽ മാത്രം 2 കോടി രൂപ കടന്നു. നവംബർ മാസത്തെ കണക്ക് പ്രകാരം 2,72,13,402 രൂപയാണ് മലപ്പുറം ജില്ലയിൽ ലഭിച്ചത്. യൂസർ ഫീ പിരിവ് സർക്കാർ കർശനമാക്കുകയാണ്. യൂസർ ഫീ നൽകാത്തവരെ പിടികൂടാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. യൂസർ ഫീ നൽകാതെ പ്ലാസ്റ്റിക് മാലിന്യം നൽകാത്തവരെയും പിഴ ഈടാക്കാനുള്ള സാധ്യതയുമുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി കളയുകയോ കത്തിച്ച് കളയുകയോ മാലിന്യങ്ങൾ ഒഴുക്കുകയോ ചെയ്യുകയാണെങ്കിൽ 10,000 മുതൽ 50,000 രൂപ വരെ പിഴ ഈടാക്കുകയും ചെയ്യും. യൂസർ ഫീ നൽകാത്തവർക്ക് പഞ്ചായത്തിൽ നിന്ന് നികുതി ഉൾപ്പെടെയുള്ള എല്ലാ സേവനങ്ങളും നിഷേധിക്കും. മാർച്ച് മുതൽ വീടുകൾ കയറി യൂസർ ഫീയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ആരംഭിക്കും. യൂസർ ഫീ നൽകിയിട്ടുള്ള റെസീറ്റ് സൂക്ഷിച്ചു വെക്കുകയും വേണം. സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലും ഹരിത കർമ്മ സേനയ്ക്ക് യൂസർ ഫീ നൽകാത്തവർക്കെതിരെ നടപടികൾ എടുക്കുന്നുണ്ട്. കൂടാതെ മാലിന്യം ഹരിത കർമ്മ സേനയെ ഏൽപ്പിക്കാതെ കൂട്ടിയിട്ട് കത്തിക്കുകയും പൊതു ഇടങ്ങളിൽ തള്ളുകയും ചെയ്യുന്നവർക്കെതിരെയും നടപടികൾ വിവിധ പഞ്ചായത്തുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക.